ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 8 ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾസ് എന്ന ചാപ്റ്റർ ഒന്ന് പരിചയപ്പെടാം. ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് എല്ലാ ക്ലാസ്സിലും ആവശ്യം വരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈസി ആണെങ്കിലും വളരെ ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്താണെന്നും ആൾജിബ്രിക് ഇക്വേഷൻസ് എന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ? നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. x+4 3/4 + y ഇങ്ങനെയൊക്കെ കണ്ടാൽ ഇതെല്ലാം ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആണ്. ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ ഒരു ഈക്വൽ സൈൻ കൂടെ ഉണ്ടായിരിക്കും. അതായത് ഇതിനൊരു LHSഉം RHSഉം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഈ ഒരു പാർട്ടിനാണ് നമ്മൾ LHS എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പാർട്ടാണ് RHS. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെ LHSഉം RHSഉം ഈക്വൽ ആയിരിക്കും ആൾജിബ്രിക് ഇക്വേഷൻസിൽ. ഇവിടെയാണെങ്കിൽ ഈക്വൽ സൈൻ ഒന്നുമില്ല. അപ്പോൾ 3/4 + y = 20 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ആൾജിബ്രിക് ഇക്വേഷനായി. ഇതാണെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്നാണ്. അപ്പോൾ എന്താണ് വേരിയബിൾ? നമ്മളിപ്പോൾ ഈ എക്സ്പ്രഷൻസ് എഴുതുമ്പോഴും ഇക്വേഷൻ എഴുതുമ്പോഴൊക്കെ അതിൽ എക്സ്, വൈ, എ, ബി ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ലെറ്റേഴ്സ്. ആ ലെറ്റേഴ്സിന്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിന്റെ വാല്യൂസ് മാറി വരും. അപ്പോൾ ഈ എക്സ്, വൈ, എ, ബി അതിനൊന്നും ഒരു സ്ഥിരമായിട്ടൊരു വാല്യൂ ഇല്ല. അങ്ങനെ സ്ഥിരമായിട്ടൊരു വാല്യൂ ഇല്ലാതെയുള്ള ഇത്തരം ലെറ്റേഴ്സിനെയൊക്കെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് x+4 = 10 എന്ന് എഴുതിയില്ലേ നമ്മൾ, ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് ഈ എക്സ് ആണ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 2x + 3 = 21. ഇവിടെ നമുക്ക് എക്സ് ആണ് വേരിയബിൾ. എക്സ് എന്താണ്? വേരിയബിൾ ആണ് അല്ലേ? അതുപോലെ ഈ 2 അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. വേരിയബിൾസിൻ്റെ കൂടെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഈ 3 ആണെങ്കിലോ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ്. 21 അതും കോൺസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ഈ ലെറ്റേഴ്സ് ആണ് വേരിയബിൾസ് ആയിട്ട് വരുന്നത്. ആ ലെറ്റേഴ്സിന് അടുത്തായിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. ശരിയായിട്ട് വാല്യൂ ഉള്ള നമ്മുടെ നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ലീനിയർ എന്ന് നോക്കാം. ലീനിയർ എന്ന് പറഞ്ഞാൽ ഇതേ ഇക്വേഷൻ തന്നെ അങ്ങോട്ട് എടുക്കാം. x+4 = 10. ഇവിടെ നമ്മുടെ എക്സിൻ്റെ പവർ എത്രയാണ്? എക്സിൻ്റെ പവർ 1 ആണല്ലോ. വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണെങ്കിൽ അതിനെ നമുക്ക് ലീനിയർ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? എന്താണ് വേരിയബിൾ എന്നും എന്താണ് ലീനിയർ എന്നും മനസ്സിലായല്ലോ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്നാണ്. അപ്പോൾ ഒരു ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആവണമെങ്കിൽ അതിലെ വേരിയബിൾസിന്റെ ഹയസ്റ്റ് പവർ 1 ആവണം. പിന്നെ അതിൽ ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഒരു ഇക്വേഷനിൽ എക്സ് ആണുള്ളതെങ്കിൽ അതിൽ എക്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വൈ ആണുള്ളതെങ്കിൽ വൈ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എക്സും വൈയും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് 2 വേരിയബിൾസ് ആവും. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണ്. അതുപോലെ തന്നെ ഈ വേരിയബിൾസിന്റെ പവർ 1 മാത്രമേ ആവാൻ പാടുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ. x² + x = 2. വേരിയബിൾ എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 1 വേരിയബിൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഹയസ്റ്റ് പവർ 2 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണോ? അല്ല. ഇനി അടുത്തത് നോക്കാം. 3x + 5 = 11. ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ആ വേരിയബിളിൻ്റെ പവർ 1 തന്നെയാണ്. അതുകൊണ്ട് ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ തന്നെയാണ്. ഇനി അടുത്തത് നോക്കാം. 5 + 7 = 12. ഇതിൽ വേരിയബിൾ ഇല്ല. വേരിയബിൾ ഉണ്ടെങ്കിലാണെങ്കിലോ നമ്മൾ വേരിയബിളിന്റെ പവർ നോക്കുന്നത്. അപ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണോ? അല്ല. ഇനി അടുത്തത് നോക്കാം നമുക്ക്. x + y² = 3. ഇവിടെ 2 വേരിയബിൾ ഉണ്ട് അല്ലേ? എക്സും വൈയും ഉണ്ട്. അപ്പോൾ ഇത് 1 വേരിയബിൾ എന്ന കണ്ടീഷൻ പറ്റില്ല. വൈയുടെ പവർ 2 ആണ്. നമ്മുടെ 2 കണ്ടീഷൻസും ഇവിടെ വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല? ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ അല്ല. ഇനി അടുത്തത് a + b = 5. ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണോ? അല്ല. ഇതിലും 2 വേരിയബിൾസ് ഉണ്ട് അല്ലേ?
ഈ 3x + 5 = 11 മാത്രമായിരുന്നു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തത്. ഇതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 7x + 3 = 12 - 3x. രണ്ട് സൈഡിലും വേരിയബിൾസ് ഉണ്ട്, രണ്ടും എക്സ് തന്നെയാണ്, രണ്ടിൻ്റെയും പവർ 1 തന്നെയാണ്. അതുകൊണ്ട് ഇതെന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ് അല്ലേ? അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. 3y/7 = 8y + 3. ഇവിടെ നോക്കൂ, രണ്ട് സൈഡിലും വേരിയബിൾ ഉണ്ട് അല്ലേ? രണ്ടും y തന്നെയാണ്, രണ്ടിൻ്റെയും പവർ എന്താണ്? 1 എന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ. ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇക്വേഷൻ സോൾവിങ്സ് തന്നെയാണ്. നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക? ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലുള്ള വേരിയബിൾ ഉണ്ടല്ലോ, ആ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. x + 7 = 15. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എക്സ് ആണല്ലോ. ഈ 7 നമുക്ക് ഇവിടുന്ന് മാറ്റണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 7-ൽ നിന്ന് ഒരു 7 സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 - 7 0 ആവുമല്ലോ. പക്ഷേ LHSൽ മാത്രമല്ല RHSലും അതുപോലെ തന്നെ ചെയ്യണം. -7 എന്ന് കൊടുക്കണം. ഇവിടെ 7 സബ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയും 7 സബ്ട്രാക്ട് ചെയ്യണം. മനസ്സിലായല്ലോ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് x + 0 = 15 - 7 എത്രയാണ്? 8 അല്ലേ? അപ്പോൾ x = 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്ത വാല്യൂ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ LHSലാണ് സബ്ട്രാക്ഷൻ ചെയ്തതെങ്കിൽ RHSലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. x/4 = 7. ഇവിടെ നമുക്ക് വേണ്ടത് എക്സ് ആണല്ലോ, എക്സിൻ്റെ വാല്യൂ ആണല്ലോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ /4 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് +7 ആയതുകൊണ്ട് നമ്മൾ -7 ആണ് ചെയ്തത്. ഇവിടെ നമുക്ക് /4 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ x/4 × 4 കൊടുക്കാം =7 × 4. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഈ 4ഉം ക്യാൻസലായി പോവുമല്ലോ. അപ്പോൾ x = 7 × 4 = 28. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. നമ്മൾ ആ രീതിയിലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. സെയിം ഇക്വേഷൻസ് തന്നെയാണ്. x + 7 = 15. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണല്ലോ, അതിവിടെ എഴുതാം. ഇനി ബാക്കിയെല്ലാം നമുക്ക് RHSലോട്ട് എഴുതാം. RHSലുള്ളതാണ് 15, അതിവിടെ എഴുതി. ഇനി ഈ +7 ഉണ്ടല്ലോ, +7 നമുക്ക് RHSലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ പ്ലസ് മാറിയിട്ട് അത് മൈനസായി മാറും, -7. അപ്പോൾ x = 15 - 7. ദാറ്റ് ഈസ് x = 15 - 7 എത്രയാണ്? 8. മനസ്സിലായല്ലോ? നമുക്ക് നേരത്തെ കിട്ടിയ ആൻസറും 8 തന്നെ ആയിരുന്നല്ലോ. കണ്ടോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. x/4 = 7 ആണല്ലോ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. x/4 = 7. x ആണല്ലോ നമുക്ക് വേണ്ടത്. x എഴുതി. ഇനി ഈ 4 RHSലോട്ട് പോകണം. ഇവിടെ /4 ആവുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ×4 ആവും. അപ്പോൾ 7 × 4 എന്നായിരിക്കും. x = 28. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു മെത്തേഡിലായിരിക്കും ഇനി വരുന്ന സൊല്യൂഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. 1-2 സൊല്യൂഷൻസും കൂടെ നോക്കാം. 4x + 5 = 9. എക്സ് ഉള്ള ടേം മാത്രം നമുക്കിവിടെ എഴുതാം. ബാക്കിയെല്ലാം RHSലോട്ട് കൊണ്ടുപോവാം. 9 + 5 ആവുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈനായി മാറും. അപ്പോൾ -5 എന്നായി. 4x = 9 - 5 = 4. ഇനി നമുക്ക് ഇപ്പോഴും 4x ആണ് കിട്ടിയിട്ടുള്ളത്. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4x എന്ന് പറഞ്ഞാൽ 4 × x ആണ് അല്ലേ? 4 × x = 4 ആണ്. നമുക്ക് വേണ്ടത് വാല്യൂ ഓഫ് x ആണ്, അതിവിടെ എഴുതാം. x = 4. 4 × x ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് /4 എന്ന് എഴുതാം. 4ഉം 4ഉം ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. x = 1. ഇതാണ് ആൻസർ. ഇനി അടുത്തത് സോൾവ് ചെയ്യാം നമുക്ക്. x + 3/2 = 2x.
രണ്ട് സൈഡിലും എക്സ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സിൻ്റെ അടുത്തേക്ക് ഈ എക്സിനെ കൊണ്ടുവരാം. ഇത് പോസിറ്റീവ് 2x ആണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് 2x ആയി മാറും. ഈക്വൽസ് ടു 3/2 RHSലോട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് 3/2 എന്നായി മാറും. ഇനി എക്സ് മൈനസ് 2x, എക്സ് എന്ന് പറയുമ്പോൾ 1x ആണ് അല്ലേ. 1xൽ നിന്ന് 2x സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് എക്സ് എന്ന് കിട്ടും. നെഗറ്റീവ് 1x അല്ലേ, ഈക്വൽസ് ടു നെഗറ്റീവ് 3/2. രണ്ട് സൈഡിലും നെഗറ്റീവ് സൈൻ ഉണ്ട്, നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് ഈക്വൽസ് ടു 3/2 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയില്ലേ? ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 3/2 ഈക്വൽസ് ടു 2x എന്നാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? എക്സ് ടേംസ് എല്ലാം LHSലോട്ട് എഴുതി, എക്സ് ഇല്ലാത്ത ടേമിനെ നമ്മൾ RHSലോട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. മനസ്സിലായല്ലോ? ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും LHSൽ നിന്നും RHSലോട്ട് ഏത് സൈൻ മാറ്റുമ്പോഴും ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും, ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അത്രയും കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എല്ലാ സൊല്യൂഷൻസും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത് റെഡ്യൂസിങ് ഇക്വേഷൻസ് ടു സിംപ്ലർ ഫോം. ഇതേ മെത്തേഡിൽ തന്നെ എക്സ് ഉള്ള ടേംസ് ഒക്കെ നമ്മളൊരു ഭാഗത്തോട്ട് കൊണ്ടുവരുന്നു, എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 6x + 1/3 + 1 ഈക്വൽസ് ടു x മൈനസ് 3/6. എക്സ് ഉള്ള ടേംസ് ഒക്കെ നമുക്ക് LHSലോട്ട് എഴുതാം. അപ്പോൾ 6x + 1/3, ഈ x മൈനസ് 3/6 LHSലോട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് x മൈനസ് 3/6 എന്നായി മാറും. അതായത് ഇവിടെ പോസിറ്റീവ് ആണല്ലോ ഇത്, അപ്പോൾ അത് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആവും. ആരും ഈ x മൈനസ് 3 എന്നത് x + 3 ആക്കി മാറ്റാൻ പാടില്ല. ഈ ടേം മൊത്തമായിട്ടാണ് നെഗറ്റീവ് ആവുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മളിവിടെ മൈനസ് സൈൻ കൊടുത്തിട്ട് x മൈനസ് 3/6 ബ്രാക്കറ്റിനകത്ത് എഴുതി കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി +1 ഉണ്ടല്ലോ നമുക്കിവിടെ, അത് RHSലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് 1 ആയി മാറും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം ആക്കണം. സെയിം ഡിനോമിനേറ്റർ ആക്കാനായിട്ട് നമുക്ക് ഈ 3 6 ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ 3 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 6 ആയി കിട്ടും. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 × 6x + 1/2 × 3 മൈനസ് x മൈനസ് 3/6 ഈക്വൽസ് ടു -1. ഇനി നമുക്ക് ബ്രാക്കറ്റ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. 2 × 6x is 12x plus 2 × 1 is 2 minus into x is minus x minus into -3 is +3 whole divided by 6. മനസ്സിലായല്ലോ? ഈ സ്റ്റെപ്പ് എങ്ങനെ എഴുതിയതെന്ന്? നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എഴുതി, അത് കഴിഞ്ഞിട്ട് ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും കൂടി കോമൺ ആയിട്ട് എഴുതി കൊടുത്തു. ഇനി -1 എന്ന് എഴുതി. ഇനി നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. 12x minus x is 11x plus 2 + 3 is 5/6 equals to -1. 12xൽ നിന്ന് x സബ്ട്രാക്ട് ചെയ്തപ്പോൾ 11x കിട്ടി, 2ഉം 3ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി. ഹോൾ ഡിവൈഡഡ് ബൈ 6 ഈക്വൽസ് ടു -1. ഈ 6 RHSലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 11x + 5 ഈക്വൽസ് ടു -1 × 6 ആവും. ഇവിടെ ഡിവൈഡഡ് ബൈ 6 ആണ്, അത് പുറത്തോട്ട് വരുമ്പോൾ ×6 ആയി മാറും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 11x + 5 ഈക്വൽസ് ടു -6 എന്ന് കിട്ടി. -1 × 6 is -6. ഈ 11x ഈക്വൽസ് ടു -6, ഈ +5 ഉണ്ടല്ലോ, +5 അപ്പുറത്തോട്ട് പോകുമ്പോൾ -5 ആയി മാറി. 11x ഈക്വൽസ് ടു -11, x ഈക്വൽസ് ടു -11/11 ഈക്വൽസ് ടു -1. 11 ക്യാൻസൽ ആവുമല്ലോ, അപ്പോൾ നമുക്ക് -1 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്ങനെയാണത് റെഡ്യൂസ് ചെയ്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതെന്ന്? ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, LHSൽ നിന്ന് ഒരു ടേം RHSലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് എന്തായി മാറും?
നെഗറ്റീവായി മാറും, നെഗറ്റീവ് പോസിറ്റീവായി മാറും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായി മാറും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായി മാറും. ഇത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം. ഈ ചാപ്റ്ററിലെ ഈ കൺസെപ്റ്റ്സ് എല്ലാം നമുക്ക് എപ്പോഴും കൂടെ കൂട്ടാനുള്ളതാണ്. ഒരു കൺഫ്യൂഷൻസും ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാവൂ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻസും ചെയ്യാം, വർക്ക് ഷീറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിക്കോളും. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ തന്നെ ചെയ്യാതിനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.